വാസുദേവായ ഹരയേ പരമാത്മൈ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ വലിയ വലിയ തത്വങ്ങളാണ് അല്ലേ പറഞ്ഞു നിർത്തിയത്. ഈ 19ഉം 20ഉം കൂടി പറഞ്ഞപ്പോൾ അതിലെന്താ വെച്ചാൽ ഈ സംസാരം ഉണ്ടാവണതും ഇല്ലാണ്ടാവണതും ഒരു തണ്ണീർ പന്തൽ പോലെയാണ് എന്ന് പറയാം. എങ്ങനെയാ വെച്ചാൽ ആരും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കണ ഒരു 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 ബിൽഡിങ്ങിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കാനും വന്നു കുടിക്കാൻ ആൾക്കാർ തിങ്ങിക്കൂടുമ്പോൾ ആ തണ്ണീർ പന്തൽ പൂർണ്ണമായിട്ടും നിറച്ച് ധാരാളം ആൾക്കാരുണ്ടാവും ഇല്ലേ. ആ ജലം കൊടുക്കണ ആളും ജലവും വന്ന് കുടിക്കാൻ ആൾക്കാരില്ലാണ്ടേ ആയാൽ പിന്നെന്താ, ഒന്നുമില്ല, ഒരു ഒഴിഞ്ഞ കെട്ടിടമല്ലേ ഉള്ളൂ. അതുപോലെയാണ് ഈ ലോകമാകുന്ന കെട്ടിടവും. ആ കെട്ടിടത്തിൻ്റെ പാലകനാരാ? അഹങ്കാരം. പിന്നെയോ രാഗദ്വേഷാദി ഈ അതായത് കാമക്രോധ ലോഭ മത മോഹ മാത്സര്യങ്ങളും ഒക്കെയാണ് അത്രേ വഴിപോക്കന്മാർ. പിന്നെയോ ആ വിഷയരസം, അതായത് നമ്മൾ അനുഭവിക്കണ ആ വിഷയരസം ഉണ്ടല്ലോ, അതാണ് അത്രേ ജലം. ആ ജലത്തിനെ സംഭരിക്കണത് മനസ്സാകുന്ന ജലം കൊടുക്കണ ആളുമായ പിന്നെ സംസാരമായി. അപ്പോൾ നമ്മൾ തണ്ണീർ പന്തൽ പോണെയാണ് നമ്മൾ ഈ സംസാരം. ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ജലം കൊടുക്കണ ആളും ആ ജലവും കഴിഞ്ഞു, അവിടെ വന്ന് കുടിക്കണവരും പോയി കഴിഞ്ഞാൽ എന്തായി? പിന്നെ ഈ സംസാരം ആ തണ്ണീർ പന്തലില്ലല്ലോ. പിന്നെ അതുപോലെയാണ് ഈ സംസാരവും ഈ അഹങ്കാരവും രാഗദ്വേഷാദി വൃത്തികളും വിഷയരസവും മനസ്സും ഇല്ലാതെ ആയാൽ സംസാരം ഇല്ല. അതായത് മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അതായത് ഇതുപോലെ വാസ്തവമല്ലാത്ത കാര്യത്തിനെ വാസ്തവമാണെന്ന് കൽപ്പിക്കുന്ന ഞാൻ ആ ദേഹാഭിമാനം കൊണ്ടാണ് നമുക്ക് ഈ മായയാണ് നമ്മളെ തോന്നിക്കണതേ അല്ലേ. അതായത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെയും, അതെ, ചുരുക്കത്തിൽ മായ എന്താ വെച്ചാൽ ഉള്ളതിനെ ഇല്ലാത്തതുപോലെ ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഉള്ളതിനെ ഇല്ലാത്തതുപോലെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെയും, അതായത് ഇതാണ് ശരിയെന്നും നമ്മളെ ബോധിപ്പിക്കുന്ന മായയാണ് നമ്മളെ ഈ സംസാരത്തിനെ ഉണ്ടാക്കണ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി 21. രാമഭദ്രേ ഭഗവതി മനോദേഹ്യാത്മനീശ്വരേ സർവഭൂതാത്മനി പരേ മായാ മാനുഷരൂപിണി ഭഗവതി. മീൻസ് ഐശ്വര്യം, ഭഗവാൻ എന്നർത്ഥം. ആത്മനി പരമാത്മാവും, ഭഗവാൻ പരമാത്മാവാണ്. സർവഭൂതാത്മനി സർവഭൂതങ്ങളുടെ അന്തര്യാമിയാണ്. ഈശ്വരെ എല്ലാവരുടെയും ഈശ്വരൻ, നിയന്താവാണ്. പരേ എല്ലാറ്റിൽ നിന്നും വിട്ടിരിക്കുന്നവനും അല്ലേ. പരേച്ചാൽ എല്ലാറ്റിൽ നിന്നും വിട്ടിരിക്കുന്നവനാണ്. മായാമാനുഷ രൂപിണി, മായയെ അംഗീകരിച്ചിട്ട് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നവനുമായ രാമഭദ്രനിൽ മനഃദേഹി, മനസ്സിനെ അർപ്പിച്ചാലും. വിഭീഷണനോട് പറയാണ് ലക്ഷ്മണൻ, അതായത് എന്താണ് അങ്ങക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവാൻ ചെയ്യേണ്ടെന്ന് പറയണം. എന്താ വെച്ചാൽ ഐശ്വര്യസ്വരൂപനും പരമാത്മാവും സർവനിയന്താവും സർവഭൂതസ്വരൂപനും എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്നവനും അവനവൻ്റെ ഇഷ്ടപ്രകാരം മായയെ സ്വീകരിച്ച ഈ മനുഷ്യരൂപം പൂണ്ടവനും ആയിരിക്കുന്ന ആ ശ്രീരാമദേവനിൽ മനസ്സിനെ ഉറപ്പിച്ചാലും എന്ന് പറയാണ്. അങ്ങനെ മാത്രമേ അങ്ങയ്ക്ക് സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ അങ്ങയ്ക്ക് ജീവൻ മുക്തനാവാനും സാധിക്കും. അതായത് ഈ നിർഗുണമായിട്ടുള്ള ബ്രഹ്മം നമ്മുടെ ധ്യാനത്തിന് വിഷയമല്ല. നമുക്ക് ധ്യാനിക്കാൻ വലിയ വിഷമാണ്. അപ്പം അതുകൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കാനാണ് ഇപ്പോൾ ഭഗവാൻ ഈ പരബ്രഹ്മം തന്നെ മാനുഷൻ ആയിട്ട് അവതരിച്ചിരിക്കുന്നത്. ആ ശ്രീരാമനിൽ നിരന്തരം മനസ്സുറപ്പിച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും.
അത് അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയാൽ അങ്ങക്ക് ജീവൻ മുക്താവസ്ഥയും അങ്ങക്ക് അവസാനം ദേഹം ത്യജിക്കുമ്പോൾ മുക്തിയും ലഭിച്ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ്മണനെ. ആർക്ക്? അതായത് എല്ലാം ശരിക്ക് പരമാനന്ദ സ്വരൂപനായിട്ടുള്ള പരബ്രഹ്മം തന്നെയായിട്ട് മായാമാനുഷനായി ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ആ ശ്രീരാമദേവനിൽ മനസ്സുറപ്പിക്കൂ. അങ്ങ് ജീവൻ മുക്തനാവും. അങ്ങനെ അവസാനം ജീവൻ മുക്തനായിട്ട് ഈ ദേഹത്തിൽ ഇരിക്കേണ്ടിടത്തോളം കാലം, അതായത് പ്രാരബ്ധകർമ്മം കഴിയുന്നത് വരെ ഈ ദേഹത്തിൽ ഇരുന്നിട്ട് ഈ ദേഹം ത്യജിക്കുമ്പോൾ അങ്ങക്ക് മോക്ഷവും കിട്ടും എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ. രാമഭദ്രേ ഭഗവതി, അതാണ് ഭഗവാനായ രാമഭദ്രനിൽ മനസ്സുറപ്പിക്കുന്ന മനോ ദേഹ്യാത്മനീശ്വരേ സർവഭൂതാത്മനി പരേ മായാമാനുഷരൂപിണി. ഈ മായാമാനുഷനായി അവതരിച്ചിട്ടുള്ള പരബ്രഹ്മം തന്നെയായിട്ടുള്ള രാമചന്ദ്രനിൽ മനസ്സുറപ്പിക്കൂ. അങ്ങ് ജീവൻ മുക്തനാവും. അങ്ങയുടെ ശരീരം വീഴുമ്പോൾ അങ്ങക്ക് മുക്തിയും കിട്ടും. ബാഹ്യേന്ദ്രിയാർത്ഥ സംബന്ധാ ത്യാജയിത്വാ മനഃശനൈ തത്ര ദോഷാൻ ദർശയിത്വാ രാമാനന്ദേ നിയോജയ. ബാഹ്യേന്ദ്രിയാർത്ഥ സംബന്ധാത്, ബാഹ്യങ്ങളായ ഇന്ദ്രിയങ്ങളുടെ ചേർച്ചയിൽ നിന്ന് മനസ്സിനെ ശനൈഹി ത്യാജയിത്വ, പതുക്കെ പതുക്കെ ത്യജിച്ചിട്ട്, ഈ ബാഹ്യങ്ങളായ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ചിട്ട് തത്ര അതിൽ ദോഷങ്ങളെ ദർശയിത്വ, അതൊക്കെ വെറും നമുക്ക് ദുഃഖം തരണതാണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് രാമാനന്ദേ, രാമനാകുന്ന ആനന്ദത്തിൽ നിയോജേന, യോജിപ്പിച്ചാലും. ബാഹ്യവിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വിയോജിപ്പിച്ചിട്ട്, അതായത് ബാഹ്യവിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റിയിട്ട് രാമനിൽ ചേർത്താലും. അതായത് എങ്ങനെയാണ് മനസ്സിനെ ഉറപ്പിക്കേണ്ടതെന്ന് പറയാണ് ലക്ഷ്മണൻ വിഭീഷണനോട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതൊക്കെയാണോ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ചേരാൻ. അങ്ങനെയുള്ള ഈ ശബ്ദസ്പർശ രൂപ രസഗന്ധ എന്ന ഇന്ദ്രിയ സുഖ വിഷയങ്ങളോട് എപ്പോഴും ചേരാനാണ് മനസ്സിന് ആഗ്രഹം. ആ മനസ്സിനെ ഇന്ദ്രിയ സുഖ വിഷയങ്ങളോട് ചേരാൻ ആഗ്രഹിക്കുന്ന ഈ മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ടോ അങ്ങനെ, അതായത് അങ്ങനെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ വരുന്ന ദോഷങ്ങളെ മനസ്സിനെ ധരിപ്പിക്കണം. ഈ ഇന്ദ്രിയ സുഖത്തിൻ്റെ പിന്നാലെ പോവരുത്, അത് നമുക്ക് ദുഃഖം തരുന്നതാണെന്ന് മനസ്സിനെ ധരിപ്പിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കണം. എന്നിട്ട് അങ്ങനെ പിന്തിരിപ്പിച്ച മനസ്സിനെ ശ്രദ്ധാപൂർവം പതുക്കെ വിഷയങ്ങളിൽ നിന്നൊക്കെ പിൻവലിച്ചിട്ട് ശ്രീരാമനാകുന്ന ആനന്ദത്തിൽ മനസ്സിനെ ഉറപ്പിക്കണം. വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ മാത്രം പോരാ, ആനന്ദമാകുന്ന ശ്രീരാമനിൽ മനസ്സിനെ ഉറപ്പിക്കുകയും വേണം. ബാഹ്യേന്ദ്രിയാർത്ഥ സംബന്ധാത് ത്യാജയിത്വ, അതാണ് ബാഹ്യേന്ദ്രിയങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ശനൈഹി പതുക്കെ തത്ര ദോഷാൻ, അതിൻ്റെ ദോഷങ്ങളെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ട് ദർശയിത്വ, അതൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് രാമാനന്ദേ നിയോജയ, രാമനിൽ ചേർക്കൂ മനസ്സിനെ. ദേഹബുദ്ധ്യാ ഭവേത് ഭ്രാതാ പിതാ മാതാ സുഹൃൽപ്രിയഃ വിലക്ഷണം യഥാ ദേഹാദ് ജാനാത്യാത്മാനമാത്മന. 24. തദാ കസ്യ വാ ബന്ധുർ ഭ്രാതാ മാതാ പിതാ സുഹൃദ് മിഥ്യാജ്ഞാനവശാജ്ജാതാ ധാരാകാരാദയാ സദാ. എത്ര നല്ലൊരു ഉപദേശമാണ് നോക്കൂ. ദേഹബുദ്ധ്യ, ദേഹാഭിമാനം കൊണ്ട് ഭ്രാത സഹോദരനും, പിതാവും, മാതാവും, സുഹൃത്തും, പ്രിയനും ഭവിക്കും. അതായത് നമുക്ക് ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ പ്രിയൻ, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എന്നുള്ളതൊക്കെ ഉണ്ടാവണത് ഈ ദേഹാഭിമാനത്തിൽ നിന്നാണ്. എൻ്റെ ദേഹത്തു നിന്ന്. അതാണ് ദേഹാദ് അതം ഭവിക്കും. ദേഹത്തിൽ നിന്ന് വിലക്ഷണം ആത്മാനം, അതായത് ദേഹത്തിൽ നിന്ന് ഭിന്നനായ ആത്മാവിനെ മനസ്സിൻ്റെ വിചാരശക്തി കൊണ്ട് ദേഹത്തു നിന്ന് വേറിട്ട് നിൽക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന് വിചാരിക്കണം. അതുവരെ എൻ്റെ സഹോദരൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നുള്ളത് ഉണ്ടാവും.
യഥാ ജാനാതി എപ്പോൾ അറിയുന്നുവോ ഈ ആത്മാവാണ് ഞാൻ, ഈ ദേഹമല്ല ഞാൻ എന്ന് എപ്പോൾ അറിയുന്നുവോ, തഥാ അപ്പോൾ കഹ ഏതൊരുവൻ കസ്യവാ ബന്ധു, പിന്നെ ബന്ധു ശത്രുവൊന്നുമില്ല, എല്ലാവരുടെ ഉള്ളിലും ആ ആത്മാവാണ്. കസ്യ മാതാപിത ആർക്കാ മാതാവും പിതാവും, കസ്യ സുഹൃത്ത് ആർക്ക് സുഹൃത്ത്, ധാരാകാരാദയ ഭാര്യ വീട്, അതൊക്കെ മിഥ്യാജ്ഞാനവശാൽ, മിഥ്യാജ്ഞാനം തെറ്റായ അറിവ് കൊണ്ട് സദാജാത എപ്പോഴും ഉണ്ടാവുന്നു. അതാണ് പറയണത്. ദേഹത്തിൽ നമുക്ക് അഭിമാനം ഉണ്ടാവുന്നത് കൊണ്ടാണ് സഹോദരൻ, അമ്മ, സുഹൃത്ത്, പ്രിയൻ എന്നുള്ള ഭേദഭാവനകളൊക്കെ ഉണ്ടാവണത്. അതായത് ബാക്കി ശരീരങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ എന്നുള്ള വിചാരം ഉണ്ടാവണം നമ്മുടെ ദേഹാഭിമാനം കൊണ്ടാണ്. എന്നാൽ ദേഹത്തിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന ജന്മമരണാദിഭാവങ്ങളൊന്നുമില്ലാത്ത ഏകനും സത്യസ്വരൂപനായിട്ടുള്ള ആത്മാവിനെ എപ്പോഴാണ് അറിയണത്, അപ്പോൾ ആ ആൾക്ക് ഈ ദേഹത്തിന് അതീതനായിട്ടുള്ള ആത്മസ്വരൂപന് ആരാ ബന്ധു, ആരാ സഹോദരൻ, ആരമ്മ, ആരച്ഛൻ, ആര് മിത്രം. അതായത് ആത്മാവ് ഏകനാണ്, അല്ലാതെ അന്യമായിട്ടൊന്നുമില്ല. ഇവിടെ ആ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് അനുഭവപ്പെടുമ്പോൾ ഈ ലോകം എന്ന വിഭ്രാന്തി നിശേഷം നശിക്കും എന്നാണ് പറയണത്. അതായത് ദേഹാഭിമാനം കൊണ്ടാണ് ഇതൊക്കെ തോന്നുന്നത്. നമ്മൾ ആത്മാവാണ്, ഞാൻ ആത്മാവാണ് എന്നറിയുന്ന നിമിഷം തൊട്ട് ആ ദേഹാതീതനായിട്ടുള്ള, ദേഹത്തിനും അതീതനായിട്ടുള്ള ആത്മാവിന് ബന്ധുവും ശത്രുവും അച്ഛനും അമ്മയും ഒന്നുമില്ല. ആ ആത്മാവ് മാത്രമേ ഉള്ളൂ, അന്യമായിട്ടൊന്നുമില്ല എന്ന് അനുഭവപ്പെടുമ്പോൾ ഈ ലോകം എന്ന വിഭ്രാന്തി നിശേഷം നശിക്കുന്നു. ദേഹബുദ്ധ്യാ ഭവേത് ഭ്രാതാ പിതാ മാതാ സുഹൃത്പ്രിയ വിലക്ഷണം യഥാ ദേഹാദ് ജാനാത്യാത്മാനമാത്മനാ തഥാ കസ്യ വാ ബന്ധുർ ഭ്രാതാ മാതാ പിതാ സുഹൃദ് മിഥ്യാജ്ഞാനവശാജ്ജാത. ഇതൊക്കെ നമ്മളെ തെറ്റായ അറിവ് കൊണ്ടാണ് നമുക്ക് തോന്നണത്. നമ്മൾ ദേഹമാണെന്ന് നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിട്ടാണ്. ആ തെറ്റ് തിരുത്തിയിട്ട് ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാവുന്ന സമയം ധാരാകാരാദയാ സദാ, നമുക്ക് പിന്നെ ഒന്നുമില്ല, ആ ആത്മാവ് മാത്രമേ ഉള്ളൂ, അന്യമായിട്ടൊന്നുമില്ല എന്ന് അനുഭവപ്പെടുമ്പോൾ ഈ ലോകം തന്നെ നാം അസ്തമിക്കും. ലോകം തന്നെ, ആ ലോകം ഉണ്ടെന്നുള്ള വിഭ്രാന്തി നശിക്കുന്നു. ശബ്ദാദശ്ച വിഷയ വിവിധാശ്ചൈവ സമ്പദ ബലം കോശോ ഭൃത്യവർഗോ രാജ്യം ഭൂമി സുതാദയ അജ്ഞാനജത്വാൽ സർവൈതേ ക്ഷണസംഗമഭംഗുരാഹ. ശബ്ദാദയ വിഷയ, ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് പറഞ്ഞ വിഷയങ്ങളും വിവിധ സമ്പദ ബഹുതരത്തിലുള്ള സമ്പത്തുകളും ബലം സൈന്യവും കോശ അതായത് ഭണ്ഡാരവും ഭൃത്യവർഗ ഭൃത്യങ്ങളും രാജ്യവും ഭൂമിയും സുതാദയ മക്കൾ മുതലായവരും അജ്ഞാനജത്വാദ് അജ്ഞാനത്തിൽ നിന്ന് ജനിച്ചവയാകയാൽ ഏതേ സർവേ ഇവയെല്ലാം ക്ഷണ സംഗമഭംഗുര ക്ഷണം സംഗമത്തോടു കൂടിയവും നാശകരങ്ങളുമാകുന്നു, നശിക്കുന്നവയുമാകുന്നു. അതായത് ഈ വിഷയങ്ങൾ മുഴുവൻ നശ്വരാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ തന്നെ നമുക്കത് അസ്ഥിരാണെന്ന് ഉപദേശിക്കുകയാണ്. അതായത് ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന 5 വിഷയങ്ങളും പിന്നെയോ ഈ കാണുന്ന സമ്പത്തും സൈന്യവും ധനവും ഭണ്ഡാരവും സേവകന്മാരും രാജ്യവും ഭൂമിയും പുത്രന്മാരും ഭാര്യയും എല്ലാം ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നതായ അറിവില്ലായ്മ കൊണ്ടാണ്. ഞാൻ ആത്മാവാണ് എന്ന് ഉള്ള അറിവ് ഇല്ലായ്മ കൊണ്ടാണ് നമുക്കിതൊക്കെ ഉണ്ടാവുന്നത്. ആത്മഭിന്നങ്ങൾ, അതായത് ആ അറിവില്ലായ്മ നിമിത്തം ആത്മാവിൽ നിന്ന് ഭിന്നങ്ങളായി ഭവിച്ചതാണ്. അല്പകാലം ഇന്ദ്രിയങ്ങളോട് ചേരുന്നിട്ട് ഉടനെ നശിക്കുന്ന ആ സുഖങ്ങൾ മുഴുവൻ നശ്വരാണ്. ആ നശ്വര സ്വഭാവത്തോടു കൂടിയ ആ സുഖങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതായ തത്വം നമുക്ക് മനസ്സിലായാൽ, ഈ അജ്ഞാനത്തെ, ഞാൻ ദേഹമാണെന്നുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നതായ തത്വജ്ഞാനം ഉണ്ടായാൽ അപ്പോൾ ഈ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ഈ പ്രപഞ്ചവും നശിക്കും.
എപ്പോഴാണ് നമുക്ക് ജ്ഞാനോദിക്കണം? അപ്പം ഈ പ്രപഞ്ചം നമുക്കില്ല എന്ന് മനസ്സിലാവും. അത് നശിച്ചാലേ നമുക്ക്, അതായത് ഈ അജ്ഞാനം കൊണ്ടാണ് നമുക്കിതൊക്കെ തോന്നണത് വാസ്തവാണെന്ന്, ഈ ദേഹാഭിമാനം കൊണ്ട്. അപ്പം എപ്പോഴാണ് നമുക്ക് നമ്മൾ ആത്മാവാണെന്ന് നമുക്ക് ബോധ്യമാവണ? അന്ന് ഈ ലോകം അസ്തമിക്കും, ഈ ദുഃഖങ്ങൾ അസ്തമിക്കും. ഈ ദേഹാഭിമാനം കൊണ്ടുണ്ടാവുന്ന വിഷയസുഖങ്ങൾ മുഴുവൻ വെറും നശ്വരാണ്, കുറച്ച് ദിവസത്തേക്കുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ആത്മാവാണെന്ന് നമുക്ക് എന്ന് അനുഭവമാവണോ അന്ന് നമ്മളിലൊക്കെ ഈ ലോകം അസ്തമിക്കും. എത്ര വിഷമാണെങ്കിലും നന്നായി പറഞ്ഞു തരുന്നുണ്ട്, നമുക്കത് അനുഭവമാവാൻ വിഷമാണ്. ശബ്ദാദശ്ച വിഷയാ വിവിധാശ്ചൈവ സമ്പദ ബലം കോശോ ഭൃത്യവർഗോ രാജ്യം ഭൂമി സുതാദയ അജ്ഞാനജത്വാൽ സർവൈതേ ക്ഷണ സംഗമഭങ്കുര. വളരെ ക്ഷണഭങ്കുരങ്ങളാണ് നമ്മളൊക്കെ വിഷയരസങ്ങൾ മുഴുവനി, വിഷയം കൊണ്ടുണ്ടാവണ സുഖങ്ങൾ മുഴുവനി. അഥോത്തിഷ്ഠ ഹൃദാരാമം ഭാവയൻ ഭക്തിഭാവിതം അനുവർത്തസ്വരാജ്യാദി ഭൃഞ്ചൻ പ്രാരബ്ധമന്വഹം. ഭക്തിഭാവിത, ഭക്തിയാൽ ഭാവിക്കപ്പെട്ട രാമം, രാമനെ ഹൃദാഭാവയൻ, അതായത് ഹൃദയം കൊണ്ട് നല്ലോണം ധ്യാനിക്കുന്നവനായിട്ട്, അന്വഹം ദിവസം തോറും, പ്രാരബ്ധം പ്രാരബ്ധത്തെ, അതായത് ജന്മാന്തര, നമുക്ക് നമ്മൾ എത്രയോ ജന്മജന്മങ്ങളായിട്ട് നമ്മൾ സമ്പാദിച്ച ഈ പ്രാരബ്ധ കർമ്മങ്ങളെ ഭുഞ്ചൻ ഭുജിക്കുന്നവനായിട്ട് രാജ്യം മുതലായതിനെ അനുവർത്തസ്വ അനുസരിച്ചാലും അഥ ഉത്തിഷ്ഠ ഇനി അതിന്നോണന്നാലും, അതായത് ദുഃഖം അവസാനിപ്പിച്ച് നീക്കൂ. പരമഭക്തിയോടുകൂടി ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ചും ഈ ജന്മാന്തര കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് രാജ്യ പരിപാലനത്തിൽ ഏർപ്പെട്ടോളൂ. അതായത് എന്താ വെച്ചാൽ പ്രാരബ്ധം, നമുക്ക് പ്രാരബ്ധ കർമ്മഫലം നമുക്ക് അനുഭവിക്കാതെ തരല്ല. അപ്പോൾ അതനുഭവിച്ചു കൊണ്ട് തന്നെ രാമനിൽ സർവാത്മനാ ബുദ്ധിയെ ഉറപ്പിക്കൂ. അതനുഭവിക്കാതെ തരല്ല, അതാണ് പ്രാരബ്ധം അനുഭവിക്കാതെ തീരില്ല. ആ ബോധത്തോടു കൂടി ഇനിയുള്ള ജന്മം, ഇനി ബാക്കിയുള്ള സമയം കർമ്മം ചെയ്യുകയും ഹൃദയത്തിൽ ഈശ്വരനെ സദാ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ ജന്മമരണാദി സന്താപത്തിൽ നിന്ന് നിനക്ക് വിമുക്തനാകാം. ഇപ്പം നീ ഈ ശരീരം എടുത്തു, അതിലിരുന്ന് അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ തരല്ലേ. പക്ഷേ എപ്പോഴും ഭഗവാനെ, നീ ഈശ്വരനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ജന്മം ബാക്കിയുള്ള സമയം കഴിക്കൂ. അപ്പം നമുക്ക് നമ്മുടെ ഈ ദേഹം വീഴുമ്പോഴെങ്കിലും മുക്തി കിട്ടും. എല്ലാ മിഥ്യയും ഈ സംസാര കാരണം, മിഥ്യാബോധമാണ് നമുക്ക് ഈ സംസാര കാരണം എങ്കിൽ ഈ രാജ്യാദി പരിപാലന കർമ്മത്തിൽ ചെയ്യാതിരിക്കല്ലേ ഭേദം എന്ന് പറ്റില്ല. അത് പറ്റില്ല. നമുക്ക് ഈ പ്രാരബ്ധ കർമ്മം കൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പക്ഷേ ഒന്ന് നമുക്ക് ചെയ്യാം, എന്ത് കർമ്മം ഇനി ബാക്കിയുള്ള നമ്മുടെ ഈ ആയസ്, ബാക്കി എന്ത് കർമ്മം ഞാൻ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടേ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഈ ദേഹം കൊണ്ട് അനുഭവിക്കേണ്ടത് അനുഭവിക്കണം. പക്ഷേ ഈ ദേഹം വീഴുമ്പോൾ നമുക്ക് ഇനി ഒരു കർമ്മവും ബാക്കി ഉണ്ടാവില്ല. കാരണം എല്ലാം ഈശ്വരാർപ്പിതമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇനി തൊട്ടെങ്കിലും, അപ്പം നമുക്ക് നമ്മുടെ ഈ ദേഹം വീഴുമ്പോൾ നമുക്ക് മുക്തി കിട്ടും. അതായത് ഫലകാംക്ഷയോടുകൂടെ ചെയ്യുന്ന കർമ്മം മാത്രമേ പുനർജന്മത്തിന് കാരണമാവുള്ളൂ. ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോട് ചെയ്യുന്ന കർമ്മം വറുത്ത വിത്ത് പോലെയാണ്, മുളയ്ക്കില്ല. അതുകൊണ്ട് അന്ധക്കരണ പരിശുദ്ധി വരും. അപ്പം നമ്മളെ ദേഹം വീഴുമ്പോൾ നമുക്ക് മുക്തി കിട്ടും. എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി വിഭീഷണനോട് പറയുന്നുണ്ട്. ഇപ്പം അങ്ങ് ഈ ജന്മം എടുത്തുല്ലോ, അപ്പോൾ ഈ ഒരു ദേഹം കൊണ്ട് അനുഭവിക്കേണ്ടതൊക്കെ അങ്ങക്ക് അനുഭവിക്കാതെ കഴിയില്ല. പക്ഷേ ഇന്ന് തൊട്ട് ഈശ്വരനെ മനസ്സിൽ എപ്പോഴും ധ്യാനിച്ചു കൊണ്ട് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ. അപ്പോൾ പിന്നെ നമുക്ക് ഈ കർമ്മബന്ധനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ദേഹത്തിലിരുന്ന് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് ഈ ദേഹം ത്യജിക്കുമ്പോൾ ഇപ്പം നമ്മൾ അങ്ങ് ചെയ്യണത് മുഴുവൻ ഈശ്വരാർപ്പണമായിട്ടാണെങ്കിൽ അങ്ങക്ക് മുക്തി ലഭിക്കും എന്ന് പറയണം. അഥോത്തിഷ്ഠ യഥാരാമം ഭാവയൻ ഭക്തിഭാവിതം അനുവർത്തസ്വരാജ്യാദി ഭുജൻ പ്രാരബ്ധമന്വഹം. അപ്പോൾ
നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് എല്ലാം വിട്ടിട്ട് രാജ്യപരിപാലനം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം പ്രാരബ്ധകർമ്മം അനുസരിച്ചിട്ട് അങ്ങക്ക് രാജ്യം കുറച്ചു നേരം പരിപാലിച്ചേ പറ്റൂ. അപ്പം രാജ്യപരിപാലന കർമ്മം ചെയ്തോളൂ, പക്ഷെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ എന്നാ മതി എന്ന് പറയാണ്. നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പ്രാരബ്ധകർമ്മ ഫലം അനുസരിച്ച് അങ്ങക്ക് രാജ്യം ഭരിക്കണം, ഭരിച്ചോളൂ, പക്ഷെ ചെയ്യുന്നതെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്തോളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പ്രാരബ്ധമന്വഹം അത് പറഞ്ഞു. ഇനി 28. ഭൂതം ഭവിഷ്യദഭജൻ വർത്തമാനമഥാചരൻ വിഹരസ്വ യഥാന്യായം ഭവദോഷൈർനലിപ്യസേ. ഭൂതം അതായത് കഴിഞ്ഞതിനെ പറ്റിയിട്ടും ഭവിഷ്യത് വരാൻ പോകുന്നതിനെയും അഭജൻ ആലോചിക്കേണ്ട. കഴിഞ്ഞതൊന്നും ആലോചിക്കേണ്ട, ഇനി വരാൻ പോണത് ആലോചിക്കേണ്ട. നമ്മളോട് തന്നെ പറയണത് കേട്ടോ. വർത്തമാനം, ഈ വർത്തമാനത്തെ ആചരൻ, ഈ വർത്തമാനത്തിൽ ഭഗവാൻ എന്നെ വിചാരിച്ചിട്ട് യഥാന്യായം വേണ്ട പോലെ ന്യായമായിട്ടുള്ളത് മാത്രം വിഹരസ്വ ന്യായമായിട്ടുള്ളതിന് മാത്രമേ അനുഭവിച്ച് അങ്ങ് ജീവിക്കൂ. ഭവദോഷ ഈ സംസാരദോഷങ്ങളാൽ നലിപ്യസേ അങ്ങേ സ്പർശിക്കില്ല സംസാരദോഷം. നമുക്കുള്ളതും നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താ വെച്ചാൽ പരിപാലനാദി കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായ വിധം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതങ്ങ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞു പോയതിനെയും ഇനി വരാൻ പോകുന്നതിനെയും ഒന്നും അങ്ങ് ആലോചിക്കേണ്ട. അതിനെക്കുറിച്ച് ചിന്തിച്ച് സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ട. ഈ പ്രാരബ്ധ കർമാനുസരണം വന്നു ചേർന്നിരിക്കുന്നതിനെ ഒക്കെ വേണ്ട പോലെ ചെയ്തോളൂ. എന്നിട്ട് അങ്ങനെയായാൽ സംസാരത്തിൻ്റെ ദോഷങ്ങളായിരിക്കുന്ന ഈ കാമക്രോധാദികളൊന്നും അങ്ങേ ബാധിക്കില്ല. ദേഹാഭിമാനം, ദേഹത്തിൽ അഭിമാനം കൂടാതെ ഈ ഒരു കർമ്മഫലവും ആഗ്രഹിക്കാതെ ഈ പ്രാരബ്ധകർമ്മം കഴിയുന്നത് വരെ ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കും എന്ന് മാത്രം വിചാരിച്ചിട്ട് എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരൻ ചെയ്യിക്കുന്നതാണെന്ന് വിചാരിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവനെ കർമ്മദോഷം ഒരിക്കലും ബാധിക്കില്ല എന്ന് പറയണം. വിഭീഷണോട് പറയണം, രാജുപേക്ഷിച്ച് പോവൊന്നും വേണ്ട. ഇപ്പോൾ അങ്ങക്ക് ഇങ്ങനെ ഈ രാജ്യപരിപാലനം ചെയ്തോളൂ, പക്ഷേ ചെയ്യുന്നതൊക്കെ ഭഗവത് സമർപ്പണമായിട്ട് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യൂ. എന്നാൽ ഒരു കർമ്മ ഫലം ആഗ്രഹിക്കാതെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചെല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്യൂ. എന്നാൽ അങ്ങക്ക് കർമ്മബന്ധനം ഉണ്ടാവില്ല. കഴിഞ്ഞു പോയതിനെയും ഇനി വരാൻ പോയതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. വർത്തമാനത്തിൽ ഇരുന്നിട്ട് ഭഗവാനെ തന്നെ മനസ്സിൽ ആശ്രയിച്ചുകൊണ്ട് ഭഗവതർപ്പണമായിട്ട് എല്ലാം ചെയ്യൂ. അങ്ങേ കർമ്മദോഷം ബാധിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്തു. എത്ര നല്ലതാണ്. നമുക്കും അതെ, കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിക്കേണ്ട, ഇനി വരാൻ പോയതിനെ പറ്റി ചിന്തിക്കേണ്ട. എല്ലാ ദിവസവും നീട്ടാൽ എല്ലാം ഭഗവതർപ്പണമായിട്ട് എല്ലാം ഭഗവാനെയും എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തോളൂ എന്ന് നമ്മളോടും പറയുകയാണ്. എത്ര നല്ല ഉപദേശമാണ്. ഭൂതം ഭവിഷ്യദഭജൻ വർത്തമാനമഥാചരൻ വിഹരസ്വ യഥാന്യായം. ന്യായമായിട്ടുള്ളതൊക്കെ ചെയ്തിട്ട് ഈശ്വരാർപ്പണമായിട്ട് ഫലേച്ഛല്ലാതെ ഭവദോഷൈർനലിപ്യസേ. എന്നാൽ ഈ സംസാരദോഷമൊന്നും അങ്ങേ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തതും കൂടി ചൊല്ലിട്ട് നിർത്താം. ആജ്ഞാപയതി രാമസ്ത്വം യത് ഭ്രാതുസ്ഥാം സാമ്പരായികം തൽക്കുരുഷ്വ യഥാശാസ്ത്രം രുദതീശ്ചാപി യോഷിത നിവാരയ മഹാബുദ്ധേ ലങ്കാം ഗച്ഛന്തുമാചിരം. ഭ്രാതു അതായത് സഹോദരൻ്റെ സാമ്പരായികം യത് ഈ ലൗകികമായ യാതൊന്നിനെ രാമൻ ത്വം ആജ്ഞാപയതി അങ്ങയോട് ആജ്ഞ ചെയ്യുന്നുവോ. അതായത് ഈ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാനേ മഹാബുദ്ധേ ഹേ ബുദ്ധിയുള്ളവനെ അതിനെ യഥാശാസ്ത്രം ശാസ്ത്രവിധി അനുസരിച്ച് കുരുഷ്വ ചെയ്താലും രുദതി യോഷിതാച്ച. ഇനി ഇങ്ങനെ കരയുന്ന സ്ത്രീകളെയും രുദതി യോഷിതാച്ച, പാവം സ്ത്രീകളൊക്കെ ദുഃഖിച്ച് കരയേണ്ട മണ്ടോതിരി അടക്കം എല്ലാവരും നിവാരയ അവരൊക്കെ നിവാരണം ചെയ്താലും ലങ്കയെ ഗച്ഛന്തു ഗമിക്കട്ടെ മാ ചിരം കാലതാമസം വരുത്തണ്ട. എന്താ പറഞ്ഞറിയോ? ഹേ ബുദ്ധിമാനായിട്ടുള്ള വിഭീഷണ, ഏട്ടൻ്റെ പരലോകഗതിക്ക് ആവശ്യമായിട്ടുള്ളത്, അതായത് ഇപ്പോൾ രാവണൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ
ചെയ്യാൻ അങ്ങയോട് രാമൻ പറഞ്ഞില്ലേ, ഏട്ടൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യൂന്ന് പറഞ്ഞില്ലേ? അപ്പം രാമൻ പറഞ്ഞ പോലെ, എൻ്റെ സഹോദരനായിട്ടുള്ള രാമൻ പറഞ്ഞ പോലെ അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള രാവണൻ്റെ എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്യൂ, രാമൻ ഉപദേശിച്ച പോലെ അതിനെയൊക്കെ ചെയ്യൂ. ഈ കരയണ സ്ത്രീകളെയൊക്കെ ആശ്വസിപ്പിക്കൂ. അതായത് മന്ത്രോദരി അടക്കമുള്ള എല്ലാ രാക്ഷസ സ്ത്രീകളെയും ആശ്വസിപ്പിക്കൂ. കാലതാമസം വരുത്താതെ അവരൊക്കെ ലങ്കയിലേക്ക് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞു. അതായത് ശ്രീരാമൻ പറഞ്ഞു വിഭീഷണനോടെ ഏട്ടൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യൂന്ന് പറഞ്ഞു. അപ്പം അങ്ങ് കരച്ചിലൊക്കെ നിർത്തി ഏട്ടൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ഇവിടുത്തെ സ്ത്രീകളെയൊക്കെ സമാധാനിപ്പിച്ച് ലങ്കയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഞാൻ ആ 29 കൂടി വായിച്ചിട്ട്, ആജ്ഞാപയതി രാമസ്താം യദ്ഭ്രാതു സാമ്പരായികം 28 ബാക്കിയാണത്. തൽക്കുരുഷ യഥാശാസ്ത്രം, ശാസ്ത്രവിധി പ്രകാരം അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യൂ. രുദതീശ്ചാഭിയോഷിത, കരയുന്ന സ്ത്രീകളെ സമാധാനിപ്പിക്കൂ. നിവാരയാന്ന്, സമാധാനിപ്പിക്കൂ. മഹാബുദ്ധേ, മഹാബുദ്ധിയുള്ള ലക്ഷ്മണ, ലങ്കാം ഗച്ഛന്തു മാചിരം, കാലതാമസം വരുത്താതെ അവർ ലങ്കയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.